मोहतरम व मुकर्रम खुलफाए किराम व उलमाए इज़ाम और मेरे अज़ीज़ बुज़ुर्गों और साथियों, अल्लाह तबारक व तआला का हम पर बड़ा करम, फ़ज़ल और उसका यह एहसान है कि उसने हम आसी पुरमासी ख़ताकार गुनहगार बंदों को अल्लाह अपने हबीब मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की उम्मत बाबरकत में पैदा किया और इस उम्मत में अल्लाह ने हमें पैदा होने का शर्फ़ अज़ीम अता फरमाया। अल्हम्दुलिल्लाह। വന്യരായ ഖുലഫാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതിമഹത്തായ അനുഗ്രഹവും കൃപയും കൊണ്ട് സാധുക്കളായ പാവികളായ നമ്മെ അവന്റെ ഹബീബും ഇരുലോക നേതാവുമായ ഇമാമുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ കൊണ്ടുവന്നു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും നൽകി അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. मज़ीद करम किया परवरदिगार ने अपने हबीब के उम्मत के साथ ही साथ अपने महबूबीन अहलुल्लाह से हमें निस्बतें अता फरमाई और उनसे वाबस्ता होकर हमारे अक़ीदों की इस्लाह के अल्लाह ने हमें तौफ़ीक़ अता फरमाया। അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നമ്മെ കൊണ്ടുവന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര്, അള്ളാഹുവിന്റെ അഹ്ലുകാര്, അവരോടുള്ള ബന്ധം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു. അവരുടെ ബന്ധത്തിലൂടെ നമ്മുടെ അഖീദകളിൽ, നമ്മുടെ വിശ്വാസങ്ങളിലുള്ള തകരാറുകളെ നീക്കിക്കൊണ്ട് മുന്നേറാനുള്ള തൗഫീഖ് अल्लाह ताला നമുക്കൊക്കെ प्रदान ചെയ്തു. अल्हम्दुलिल्लाह। और आज अल्लाह ताला हम सबों को अपनी हौल व क़ुव्वत से सदक़े में मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के फिर से अपने वली औलिया की बारगाह में हज़रत ज़ुहूरी शाह साहब अलैहि रहमत व रिज़वान के उर्स शरीफ के ज़िमन में तीसरे दिन और इस साल का आखिरी ये महफिल उर्स शरीफ की, अल्लाह ताला इसमें भी हमें जमा होने की तौफ़ीक़ अता फरमाया है। अल्लाह से हम सबों की दुआ है कि बार बार जब तक हयात बाकी है औलिया अल्लाह के क़दमों में, बारगाह में आते जाते रहने की हमें तौफ़ीक़ अता फरमा और उनके फैज़ान से हम सबों को माला माल फरमा। അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇന്ന് വീണ്ടും ഈ മഹത്തായ സദസ്സിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ ഹദറത്തിൽ ബഹുമാനപ്പെട്ട ഹദറത്ത് സുഹൂരി ഷാ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറുസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ മഹത്തായ സമ്മേളനത്തിന്റെ മൂന്നാമത്തെ ദിവസം, ഈ പ്രാവശ്യത്തെ ഇന്നത്തെ ഈ സമാപന പരിപാടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൗലു ഖുവ്വത്ത് കൊണ്ട് അവന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമായി നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അല്ലാഹു തആല ആവർത്തിച്ച് ഈ മഹാന്മാരായ ഔലിയാക്കളുടെ ഹദറത്തിൽ വന്നുകൊണ്ടിരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഇവരുടെ ഫൈളാൻ കൊണ്ട് അനുഗ്രഹീതരാകാനും അല്ലാഹു തആല നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ. हाज़रीन इकराम, हम जिन औलिया की बारगाह में अल्लाह ताला हमको जमा किया है, ये औलिया अल्लाह ये लोगों के बनाए हुए वली नहीं हैं, बल्कि अल्लाह ने इन्हें अपना दोस्त बनाया है। ऐसे औलिया अल्लाह की याद में अल्लाह ताला हम गुनहगारों को जमा होने की तौफ़ीक़ अता फरमाया। ബഹുമാനികളെ, നാം ഇന്ന് ഏതൊരു അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഓർമ്മയിലായിട്ടാണോ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതെങ്കിൽ ഈ മഹാന്മാര്
അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറിയത് ജനങ്ങൾ തെരഞ്ഞെടുത്തതിന്റെ പേരിലല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിബന്ധനകൾ പാലിച്ചതിന്റെ പേരില് അള്ളാഹു തആല അവരെ വലിയാക്കി മാറ്റിയതാണ്. അങ്ങനത്തെ ഔലിയാക്കളുടെ ഹലറത്തിൽ ഒരുമിച്ച് കൂടാനാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയിട്ടുള്ളത്. आज दुनिया में हम नजर दौड़ाएं, अक्सर व बेशतर हमको जो औलिया नजर आते हैं उसमें से ज्यादातर वही लोग नजर आते हैं जिनको लोगों ने चुना है। ये अल्लाह का वली है, ये अल्लाह का दोस्त है, ये अल्लाह का दोस्त है। लेकिन अल्लाह ने हमें जिन औलिया के संगत में बैठने की तौफीक अता फरमाया है, ये लोगों के चुनने के बाद अल्लाह के वली नहीं, बल्कि अल्लाह ने जो कानून बयान किया है, अल्लाह ने जो अपना मंशा बयान किया है, उस कानून को, उस मंशा को जानकर जो दर्स अल्लाह ने, जो निशानियां जो अल्लाह ने अपने कलाम में बयान किया है, वो निशानियों को अपने अंदर पैदा करने के बाद जो अल्लाह के वली बने हैं, ऐसे अल्लाह वालों से अल्लाह हमको जोड़ा है, वाबस्ता किया है। अल्लाह का हम पर बड़ा करम है। ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് ഔലിയാക്കളായി അറിയപ്പെടുന്ന പലരും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഔലിയാക്കളാണ്. ജനങ്ങള് ഔലിയാക്കളാണെന്ന് പറയുന്നു, അങ്ങനെ അവർ ഔലിയാക്കളായി തരംതിരിക്കപ്പെടും. എന്നാൽ നാം ഇന്ന് ഏതൊരു മഹാന്മാരെയാണോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ മഹാന്മാര്, ഈ ഔലിയാക്കള്, ഇവര് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ തന്റെ വലിയാക്കാൻ നിശ്ചയിച്ചതായ വ്യവസ്ഥകളേതോ നിയമങ്ങളേതോ അല്ലാഹു തആല നിശ്ചയിച്ച നിയമങ്ങളെ ശരിക്ക് പാലിക്കുകയും അല്ലാഹു തആല അവന്റെ ഔലിയാക്കൾക്ക് പറഞ്ഞതായ വിശേഷണങ്ങളും അടയാളങ്ങളുമേതോ ആ അടയാളങ്ങളെയും വിശേഷണങ്ങളെയും അധ്വാനത്തിലൂടെ തന്നിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തതിന്റെ പേരില് അല്ലാഹു തആല വിലായത്ത് നൽകി അനുഗ്രഹിച്ചതായ മഹാന്മാരുടെ ഹലറത്തിലാണ് അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. आज अवामुन्नास जिनको औलिया अल्लाह का वली समझती है, वो एक मजजूब को अल्लाह का वली मान लेते हैं और आगे बढ़ते हैं। लेकिन अल्लाह हमको मजजूब अल्लाह वालों से हमें निस्बत अता नहीं किया, बल्कि सालिक अल्लाह वालों से निस्बत हमें अता फरमाया है। हम मजजूब को अपना खाइद नहीं बना सकते, हम मजजूब को अपना रहबर व रहनुमा नहीं बना सकते। हाँ, हम उसको अपना खाइद, रहबर व रहनुमा बना सकते हैं जो सालिक है। अल्लाह का करम है, अल्लाह ताला हमको सालिक अल्लाह वालों से हमें निस्बत अता किया। उनकी रहबरी और रहनुमाई में आगे बढ़ते रहने की भी अल्लाह ने हमें तौफीक अता फरमाई है। സാധാരണക്കാരായ ആളുകള് പൊതുവെ അള്ളാഹുവിന്റെ ഔലിയാക്കളായി സങ്കല്പിക്കുന്നത് മജ്സൂബീങ്ങളായ ആളുകളെയാണ്. മജ്സൂബീങ്ങളായ സ്വയം അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട്, സാധാരണ ചിന്തയും ബുദ്ധിയിൽ നിന്ന് മാറിക്കൊണ്ട് ജീവിക്കുന്ന മജ്സൂബീങ്ങളായ ആളുകളെയാണ് വലിയായി മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഇന്ന് നാം ആരുടെ ഹലറത്തിലാണോ ഒരുമിച്ച് കൂടിയിട്ടുള്ളതെങ്കിൽ അവര് മജ്സൂബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ വഴിയില് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാലിക്കായ ഒരു വലിയന്റെ ഹലറത്തിലാണ് അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. മജ്സൂബീങ്ങളായ മഹാന്മാരെ അവരെ നമ്മുടെ വഴികാട്ടികളാക്കാനോ നമ്മുടെ മാർഗദർശികളാക്കാനോ ഒരിക്കലും തന്നെ പറ്റുകയില്ല. നമുക്ക് മാർഗദർശിയാകണമെങ്കിൽ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മെ നമ്മുടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകറ്റി അള്ളാഹുവിന്റെ പാതയിലൂടെ സഞ്ചരിപ്പിക്കുകയും അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവര് അവര് മജ്സൂബീങ്ങളായി കൂടാ, അവര് സാലിക്കീങ്ങളായ അള്ളാഹുവിന്റെ വഴിയിൽ മുന്നേറുന്ന ശരിയായ മുറബ്ബിയായ ആളുകളെ ആകാൻ പറ്റുകയുള്ളൂ. आज हर कोई मजजूब के क़ियादत में, रहबरी में, रहनुमाई में आगे बढ़ने की कोशिश करते हैं।
मजजूब कहते किसे हैं? जो खुद का पता नहीं जानता उसे मजजूब कहा जाता है। सालिक वो होता है आज मैं कौन से मंजिल पे हूं, कौन से दर्जे पर फायज हूं, उसका तक उसको एहसास होता है। जो खुद का एहसास रख सकता है और खुद का मकाम कौन से दर्जे का है वो जो जान सकता है और दूसरों को भी वो मंजिल तक जो पहुंचा सकता है, वही सालिक होता है। अल्लाह का करम है, अल्लाह वैसे सालिकीन से जब हमें वाबस्ता किया है तो हम भी अगर हम इनके बतलाए हुए रास्ते पर अगर हम आगे बढ़ेंगे, इंशाअल्लाह लोग हमको नहीं बल्कि अल्लाह हमको चुनेगा अपनी विलायत के लिए, अपने दोस्ती के लिए। മജ്സൂബീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവര് സ്വയത്തെക്കുറിച്ച് തന്നെ ശരിയായ ബോധമില്ലാത്ത ആളുകളാണ്. സ്വയത്തെക്കുറിച്ച് തന്നെ അവർ ബോധത്തിലല്ല. അങ്ങനത്തെ ആളുകളാണ് മജ്സൂബീങ്ങൾ. എന്നാൽ സാലിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ അള്ളാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ആ സഞ്ചാരത്തിന്റെ ഏത് മേഖലയിലാണുള്ളത്, അടുത്ത സമയം ഏത് മേഖലയിലാണുള്ളത് എന്ന കാര്യത്തിനെ കുറിച്ച് ശരിയായ നിർണയമുള്ളവരും ആ നിർണയാടിസ്ഥാനത്തിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ പാതയിലൂടെ മറ്റൊരുത്തരെ നയിക്കാൻ പ്രാപ്തരുമായ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബന്ധം നൽകിയിട്ടുള്ളത് മജ്സൂബീങ്ങളായ ആളുകളുമായി കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ വഴിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാലിക്കീങ്ങളായ മഹാന്മാരുടെ ബന്ധം നൽകിയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ളത്. हमको कैसे सालिकीन से अल्लाह हमें वाबस्ता किया है। आज दुनिया में हम देखते हैं बहुत से सुलूक कराने वाले नजर आते हैं। हर किसी का तरीका अलग अलग है। हर कोई अक्सर व बेशतर लोग जिक्र और अज़कार के जरिए बंदे को अल्लाह का खुर्ब में पहुंचाने की कोशिश करते हैं। जिक्र और अज़कार में मसरूफ कराकर अल्लाह के करीब ये बंदे को पहुंचाया जाए। लेकिन याद रखना, जो जिक्र और अज़कार के जरिए अल्लाह के करीब कुर्बत तक जो जाने की कोशिश करता है, बहुत आहिस्ता, वो कितना वक्त लगने वाला है, कितने जमाना लगने वाला है नहीं मालूम। अल्लाह ताला अगर फजल फरमा दे तो पहुंचे, वरना वो मंजिल से महरूम हो सकता है। लेकिन कुछ ऐसे सालिकीन भी है जो इश्क और मोहब्बत के जरिए अल्लाह का कुर्ब में पहुंचाने की वो कोशिश करते हैं, और कुछ ऐसे अल्लाह के महबूब बंदे भी हैं जो इल्म और इरफान के जरिए अल्लाह के कुर्ब तक भी पहुंचाने की कोशिश करते हैं। अल्लाह का करम है, अल्लाह हमको जो सिलसिले से, जो अल्लाह वालों से जो वाबस्ता किया है, हुजूर सैयदना अब्दुल कादिर जिलानी रजी अल्लाह तआला अन्हु का सिलसिला हो, या सिलसिला चिश्तिया ख्वाजा मुईनुद्दीन चिश्ती अजमेरी का सिलसिला हो, कि हर कोई इनका मतलब इनके पास जिक्र और अज़कार, इश्क और मोहब्बत नहीं, ऐसे नहीं, बल्कि जिक्र और अज़कार भी, इश्क और मोहब्बत भी, उससे कहीं ज्यादा उनकी अहमियत, उनकी तवज्जो इल्म और इरफान पर होती है। ऐसे औलिया अल्लाह से अल्लाह हमको वाबस्ता किया है ताकि हम अल्लाह के महबूब बन सके, अल्लाह का खुर्ब तक हम पहुंच सके। ലോകത്ത് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് ജനങ്ങളെ വഴികാട്ടിക്കൊണ്ടിരിക്കുന്ന, നയിച്ചുകൊണ്ടിരിക്കുന്ന മശായിഖന്മാര്, മഹാന്മാര്, അവരുടെ പല രീതികളിലും പല ഗണങ്ങളിലുമുള്ള മഹാന്മാരുണ്ട്. അള്ളാഹുവിന്റെ അടിമകളെ വ്യത്യസ്തമായ പല രീതിയിലൂടെയും അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ സാലിക്കീങ്ങളെ നമുക്ക് എത്തിക്കാൻ കഴിയും. ചില സാലിക്കീങ്ങളായ അള്ളാഹുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും മറ്റുള്ളവരെ ചലിപ്പിക്കുകയും ചെയ്യുന്ന മഹാന്മാര്, അവരുടെ അടുക്കൽ വരുന്ന ആളുകൾക്ക് ദിക്റുകളും വലീഫകളും ഔറാദുകളും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിലൂടെയാണ് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ ദിക്റിലൂടെ, വിറുതുകളിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ ഈ പ്രവർത്തനത്തിലൂടെ ഈ സഞ്ചരിക്കുന്ന ആളുടെ യാത്ര വളരെ മന്ദഗതിയിലായിരിക്കും ഉണ്ടാവുക. വളരെ കാലങ്ങള് താണ്ടിയതിനു ശേഷം മാത്രമേ അല്ലാഹു തആല ഫദ്ൽ ചെയ്താൽ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിയേക്കാം. അതല്ലെങ്കിൽ അതിനു മുന്നെപ്പോഴോ അവരുടെ ജീവിതം അവസാനിച്ചു പോയേക്കാം. ഈ നിലക്കുള്ള ഒരു പ്രയാണമാണ് ഈ ദിക്ർ അദ്കാറിലൂടെ നടത്തപ്പെടുന്നതായ അള്ളാഹുവിന്റെ വഴിയിലൂടെയുള്ള സഞ്ചാരം.
എന്നാൽ അള്ളാഹുവിന്റെ വഴിയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തില് ചില മഹാന്മാര് അവരുടെ അടുക്കലേക്ക് വരുന്ന ആളുകളുടെ ഉള്ളില് അള്ളാഹുവിനോടുള്ള മുഹബ്ബത്ത്, സ്നേഹവും അള്ളാഹുവിനോടുള്ള ഇഷ്ക്, അനുരാഗവും പ്രേമവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ ഇഷ്കിന്റെയും മുഹബ്ബത്തിന്റെയും വഴിയിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നയിക്കുന്ന വിഭാഗക്കാരുമുണ്ട്. അത് നേരത്തതിനേക്കാൾ കുറയും കൂടി വേഗത കൂടിയതായ സഞ്ചാരമാണ്, അള്ളാഹുവിലേക്ക് നീങ്ങാനുള്ള മാർഗമാണ്. എന്നാൽ ഇവരെക്കാളൊക്കെ ഉപരിയായിക്കൊണ്ട് ഇൽമിലൂടെ, അറിവിന്റെ വെളിച്ചത്തില്, അനുഭവത്തിന്റെ വെളിച്ചത്തില്, ഇർഫാനിലൂടെ അടിമയെ അള്ളാഹുവിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന മഹാന്മാരുമുണ്ട്, അങ്ങനത്തെ മശായിഖന്മാരുമുണ്ട്. അതാണ് ഏറ്റവും ഉന്നതമായ മാർഗവും എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴികാട്ടികളായി ഏതൊരു മഹാന്മാരെ, ഏതൊരു സിൽസില, ഏതൊരു പരമ്പര അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടോ, ഈ മഹാന്മാര് നമ്മളെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഈ സുലൂക്ക്, അത് ഇൽമിന്റെയും ഇർഫാനിന്റെയും അടിസ്ഥാനത്തിലുള്ള യാത്രയാണ്. ഇങ്ങനെ ഇൽമിലൂടെ, ഇർഫാനിലൂടെ, യഥാർത്ഥ അടിസ്ഥാനപരമായ സംശയ നിവാരണത്തിലൂടെ, അറിവിന്റെ മേഖലയിലൂടെ അള്ളാഹുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരാണ്. അവരുടെ നേതാക്കളിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ഖാദിരി സരണിയാവട്ടെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ചിശ്തി പരമ്പരയാകട്ടെ, ഇവരൊക്കെ ഇൽമിലൂടെ, ഇർഫാനിലൂടെ അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരാണ്. അതിന്റെ അർത്ഥം അവരുടെ അടുക്കൽ ദിക്റുകളോ വിറുദുകളോ ഇല്ല എന്നല്ല, അവരുടെ അടുക്കൽ മുഹബ്ബത്തോ ഇഷ്കോ ഇല്ല എന്നല്ല. അവരുടെ അടുക്കൽ വിറുദുകളും അദ്കാറുകളുമുണ്ട്, ഇഷ്കും മുഹബ്ബത്തുമുണ്ട്. അതിലപ്പുറം അള്ളാഹുവിലേക്കുള്ള സഞ്ചാര മാർഗമായി അവർ സ്വീകരിച്ചിട്ടുള്ളത് ഇൽമും ഇർഫാനുമാണ്. ഈ നിലക്ക് ഉന്നതമായ രീതിയിൽ അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മശായിഖന്മാരുടെ സിൽസിലയുമായുള്ള ബന്ധമാണ് അള്ളാഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്തിട്ടുള്ളത്. हज़रीन इकराम, ये इल्म और इरफान जब अल्लाह का किसी बंदे को अता किया जाता है, उसके अंदर जो इनखलाब, जो तब्दीली पैदा होती है, जितनी जल्दी तब्दीली और इनखलाब उसके अंदर आता है, उतना तब्दीली न इनखलाब न जिक्र और अज़कार के जरिए होगा, न इश्क और मोहब्बत। इश्क और मोहब्बत भी हकीकी कब होगी? जब बंदे को अल्लाह के मुताल्लिक़ पहचान होगी, अल्लाह से ताल्लुक पैदा होगा, अल्लाह के बारे में जब इल्म आएगा, इरफान पहचान जब उसके सामने आएगी, तब कहीं वो बंदा इश्क और मोहब्बत की वो मंजिल को भी पहुंच सकता है, जिक्र और अज़कार के वो कमाल तक भी पहुंच सकता है। यही तो कानून, यही तो तरीका मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम सहाबा के ऊपर अपनाया है। सहाबा इकराम रिज़वानुल्लाह ताला अलैहिम अजमईन को सरकार ने सबसे पहला दर्स अगर दिया, कलमे तौहीद ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह। ബഹുമാനികളെ, ഇൽമിലൂടെ, ഇർഫാനിലൂടെ, അറിവിന്റെ വെളിച്ചത്തില്, ആത്മീയ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തില് അള്ളാഹുവിലേക്കുള്ള ഏതൊരു സഞ്ചാരം എത്രമാത്രം എളുപ്പമായതാണോ, എത്ര വേഗതയുള്ളതാണോ, അതിലൂടെ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എത്ര ശക്തമായ നിലക്കാണോ, ആ നിലക്കുള്ള ഒരു മാറ്റം ഇഷ്ക് മുഹബ്ബത്തിലൂടെ, ദിക്ർ അദ്കാർ വിറുദുകളിലൂടെ ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമായ ഒന്നല്ല. ഇഷ്ക് മുഹബ്ബത്ത് എന്നുള്ളതും യാഥാർത്ഥ്യമായി ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് അള്ളാഹു ആരാണെന്ന് അറിയുകയും അള്ളാഹുവിന്റെ തിരിച്ചറിവ് നേടുകയും അള്ളാഹുമായി ബന്ധമുണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ ഇഷ്ക് മുഹബ്ബത്തും സത്യസന്ധമായി സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ യഥാർത്ഥ അടിസ്ഥാനത്തിൽ അള്ളാഹിന്റെ ദിക്റും ഫിക്റിലുമായി, വിറുദിലുമായി മുന്നേറുന്ന അവസ്ഥയും ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് നയിക്കുന്ന മഹാന്മാരുടെ അടുക്കല് ഏറ്റവും സുപ്രധാനമായ മാർഗം ഇൽമിന്റെയും ഇർഫാനിലൂടെയുമുള്ള സഞ്ചാരമാണ്. ഈ നിലക്കുള്ള പഠനങ്ങളാണ് അവർ നൽകിക്കൊണ്ടിരിക്കുക. ഈ പഠന രീതി യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ സഹാബത്തിൽ നിർവഹിച്ച മാർഗമാണ്. മഹാന്മാരായ സ്വഹാബത്തിന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഒന്നാമതായി അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നയിക്കാൻ അവരിൽ പരിശ്രമിച്ചപ്പോൾ അവർക്ക് ചെയ്തു കൊടുത്തതായ ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കലിമത്തു തയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമയുടെ പഠനത്തിലൂടെയാണ് സഹാബത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി वसल्लम നയിച്ചത്. बुजुर्गों और दोस्तों, कौन सा इल्म मोहम्मदुर रसूलुल्लाह ने अता किया? वो नमाज, रोजा या कोई और अमाल का नहीं, बल्कि कलमे तौहीद का दर्स मोहम्मदुर रसूलुल्लाह ने अता किया। सबसे पहले सरकार दो आलम सल्लल्लाहु अलैहि वसल्लम ने अपने सहाबा के इबादात को दुरुस्त नहीं किया, बल्कि आदाब को दुरुस्त नहीं किया, मुआमलात को दुरुस्त नहीं किया, बल्कि ताज़ीरात को दुरुस्त नहीं किया। ये भी उन्वानात अपनी जगह अहमियत के हामिल है। अगर कोई आदाब अगर नहीं जाना तो वो जिंदीक हो सकता है। शैतान के पास अदब नहीं था, अल्लाह ने उसको उसके ऊपर ऐसी लानत भेजा कि वो अल्लाह का दुश्मन भी बन गया है। आप अंदाजा लगाइए, ये उन्वानात भी अहमियत के हामिल है। लेकिन मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम सबसे पहले जो दर्ज दे रहे हैं, अकाईद का दर्ज दे रहे हैं। अकाईद की इस्लाह हो रही है। जब उनका अकीदा की इस्लाह हो गई, जब उनका अकीदा दुरुस्त किया मोहम्मदुर रसूलुल्लाह ने, इनके आदाब कैसे है, उनके इबादात कैसे है, उनके मुआमलात व ताज़ीरात कैसे है, ऐसा महसूस होता है देखने वालों को कि क्या यही मोहम्मदुर रसूलुल्लाह है। अल्लाह ताला हम सबों को भी वो निजाम अपनाने की तौफीक अता फरमाए जो मोहम्मदुर रसूलुल्लाह ने सहाबा के ऊपर सबसे पहले जो मेहनत की है। ബഹുമാനികളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിന് ഏറ്റവും ഒന്നാമതായി കൊണ്ട് നിസ്കാരം നിർവഹിക്കാനുള്ള രീതി പഠിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. മറ്റുള്ള ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, അതിന്റെ രീതി എന്താണ്, നിയമങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കേണ്ട അച്ചടക്കം, അവന്റെ ആദാബ്, മര്യാദകൾ ഏത് ക്രമത്തിലാകണമെന്നുള്ള വസ്തുത പഠിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. ഇസ്ലാമിൽ അദബിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്, മര്യാദക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്, നിസ്കാരം മറ്റ് ഇബാദത്തുകൾക്ക് അതിൻ്റെതായ പദവികളുണ്ട്. പക്ഷേ ഏറ്റവും ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പരിശീലിപ്പിച്ചു കൊടുക്കുന്നത് നിസ്കാരത്തിന്റെ പരിശീലനമല്ല, അദബിന്റെ പരിശീലനമല്ല, ഇടപാടുകൾ ചെയ്യുന്നതിന്റെ പരിശീലനമല്ല, ഈ അള്ളാഹുവിന്റെ വ്യവസ്ഥകളെ മറികടന്ന് പ്രവർത്തിക്കുന്നവനിൽ നടപ്പിലാക്കേണ്ട ശിക്ഷകളെ കുറിച്ചുള്ള പഠനങ്ങളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സഹാബത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദീനിന്റെ ഭാഗങ്ങൾ തന്നെയാണ്, ദീനിൽ വളരെ പ്രാധാന്യമുള്ളവയുമാണ്. അഥവാ അച്ചടക്കം, ഇസ്ലാമിന്റെ ദീനിന്റെ അച്ചടക്കം അഥവാ ഒരാളുടെ ഉള്ളിൽ ഇല്ല, അച്ചടക്ക രാഹിത്യത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ മതിയായവനാണ്, സിന്ദീഖായി മാറുന്നതാണ്. പിശാചി പിഴച്ചുപോയി അള്ളാന്റെ ശത്രുവും മൽഊനുമായി മാറിയത് അച്ചടക്കം എന്താണ്, ആദാബ് എന്താണെന്ന് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ഇതിനൊക്കെ അതിൻ്റെതായ പ്രസക്തിയുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ജനങ്ങളെ നയിച്ച സമയത്ത് ഏറ്റവും ഒന്നാമതായി അവർക്ക് നൽകിയതായ പരിശീലനം, അവർക്ക് നൽകിയതായ പഠനം അള്ളാഹുമായുള്ള വിശ്വാസ കാര്യങ്ങളെ കുറിച്ചാണ്, ഇഅ്തിഖാദാത്തിനെ കുറിച്ചാണ്, അഖീദയെ കുറിച്ചാണ്. ഈ അഖീദ നന്നാകിയപ്പോൾ പിന്നെ അവർ ഇബാദത്ത് ചെയ്തപ്പോൾ അവരുടെ ഇബാദത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ മര്യാദകൾ പാലിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാര്യത്തിൽ അവർ എത്ര ഉന്നതന്മാരായി കാണപ്പെട്ടു. ഇസ്ലാമികമായ ഇടപാടുകൾ ചെയ്യുന്ന കാര്യത്തിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ നിലപാടെന്തായിരുന്നു? അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വല്ലതും സംഭവിച്ചാൽ സ്വയത്തിലും മറ്റുള്ളവരിലും നടപ്പിലാക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഗൗരവം അവരുടെ നിലപാട് അവരുടെ എന്തായിരുന്നു? എത്രമാത്രം ഈ അഖീദ, ഈ വിശ്വാസം ശരിയാക്കുന്ന കാര്യത്തില് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ അധ്വാനിച്ചപ്പോൾ ദീനിൽ പറയപ്പെട്ട ഈ കാര്യങ്ങള് എല്ലാം എത്രമാത്രം സമ്പൂർണമായി അവരിൽ കാണപ്പെട്ടു. നേരത്തെ പരിചയമില്ലാത്ത ഒരാൾ വന്ന് കണ്ടാൽ ഈ സഹാബിയെ കണ്ടുകൊണ്ട് ചോദിക്കുമായിരുന്നു, നിങ്ങളാണോ മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങളാണോ അള്ളാഹുവിന്റെ റസൂൽ
എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച് ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. बुजुर्गों और दोस्तों, सबसे पहला दर्स मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम अकाईद का सहाबा को दे रहे हैं। अकाईद जब दुरुस्त हो गए, उनके इबादत का क्या मामला है, सिर्फ नमाजों की पाबंदी नहीं बल्कि ऐसी इबादत वो कर रहे हैं, सिर्फ नमाज में, रोजे में, ज़कात और हज में नहीं, बल्कि ऐसी इबादत वो कर रहे हैं कि उनका एक लम्हा भी इबादत से खारिज नहीं है। ऐसी इबादत कर रहे हैं गोया कि वो अल्लाह को देख रहे हैं, ऐसी इबादत कर रहे हैं गोया कि अल्लाह उन्हें देख रहा है। ये इस्तेहजार में इबादत करने का कैफियत कब पैदा हुई सहाबा के अंदर? उनके अंदर ये कैफियत पैदा हुई। सबसे पहले जो दर्स मोहम्मदुर रसूलुल्लाह ने उन्हें अता किया अकाईद का, जब ये अकीदा जब उनकी इस्लाह हुई, क्या मामला हुआ? कितने साल? 5 साल, 10 साल, 12 साल नहीं, 23 साल तक अकाईद का दर्स दे रहे हैं मोहम्मदुर रसूलुल्लाह। अल्लाह ने क्या कमाल पैदा किया, रज़ी अल्लाहु अन्हु व रज़वान। अल्लाह ताला हम पर भी बड़ा करम किया है। जो अकीदे का दर्स मोहम्मदुर रसूलुल्लाह ने दिया है, जो अकीदे का दर्स सैयदना अब्दुल कादिर जिलानी ने दिया है, जो अकीदे का दर्स सैयदना ख्वाजा मुईनुद्दीन चिश्ती अल अजमेरी ने दिया है, जो अकीदे का दर्स नूरुल मशाइख ने दिया है, कुतुबुल मशाइख ने दिया है, वो अकीदे के दर्स को हासिल करने के अल्लाह हम गुनहगारों को भी मौका और तौफीक अता कर रहा है। ബഹുമാനികളെ, മഹാന്മാരായ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖായിദ് വിശ്വാസ കാര്യങ്ങളുടെ പഠനം, ഇസ്ലാമിന്റെ ഏറ്റവും ഒന്നാമത്തെ പഠനം ഈ വിശ്വാസ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഈ പഠനം മഹാന്മാരായ സ്വഹാബത്തിന് നൽകിയപ്പോൾ പിന്നെ അവർ നിസ്കരിച്ചപ്പോൾ അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നിസ്കാരമെന്ന് മാത്രമല്ല, നോമ്പെന്ന് മാത്രമല്ല, സക്കാത്ത് എന്നല്ല, ഹജ്ജ് എന്നല്ല, അതിലപ്പുറം ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകൾ മുഴുവനും നിർവഹിക്കുന്ന, അവരുടെ ജീവിതം മുഴുവനും, അവരുടെ അനക്കവും അവരുടെ അടക്കവും, അവരുടെ ഉറക്കവും അവരുടെ ഉണർച്ചയും, ഇതെല്ലാം അള്ളാഹുവിന്റെ ഇബാദത്തിലാകത്തക്ക നിലയിലുള്ള ഉന്നതമായ ഇബാദത്തിന്റെ വക്താക്കളാക്കി മഹാന്മാരായ സ്വഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുക്കുകയാണ് ചെയ്തത്. എത്രമാത്രം ആ ഇബാദത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഉന്നതമായ അവസ്ഥ അവർ കൈവരിച്ചു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഒന്നുകിൽ അള്ളാഹുവിനെ ദർശിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരായി അവർ മാറി, അതല്ലെങ്കിൽ അള്ളാഹു നമ്മളെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഉത്തമ പൂർണ്ണ ബോധ്യത്തോടുകൂടി ഇബാദത്ത് നിർവഹിക്കുന്നവരായി മഹാന്മാരായ സ്വഹാബത്ത് മാറുകയാണ് ചെയ്തത്. ഈ നിലയ്ക്ക് ഈ വിശ്വാസ കാര്യങ്ങളുടെ പഠനം എത്ര കൊല്ലകാലമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർക്ക് നടത്തിക്കൊടുത്തത്? 5 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 12 കൊല്ലമല്ല, നിരന്തരം 23 കൊല്ലകാലം ഏറ്റവും സുപ്രധാനമായി കൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ അഖീദകളെ നന്നാക്കാനുള്ള പഠനമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയത്. ആ വിശ്വാസം അവർ പൂർണ്ണമായി ആർജിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നവന്റെ സാമീപ്യ മാർഗത്തിലൂടെ മഹാന്മാരായ സ്വഹാബത്ത് മുന്നേറിയപ്പോൾ അള്ളാഹു തആല സന്തോഷിച്ചുകൊണ്ട് വിളംബരം ചെയ്തു, റളിയല്ലാഹു അൻഹും, അള്ളാഹു ഈ വിഭാഗത്തെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, ഇവരും വറളു അൻഹു, ഇവരും അള്ളാഹുവിനെ കൊണ്ട് സംതൃപ്തരാണ് എന്ന മഹത്തായ സർട്ടിഫിക്കറ്റിന് അവകാശികളായി സഹാബത്ത് മാറുകയാണ്. ഈ നിലക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു വിശ്വാസ പഠനമാണോ മഹാന്മാരായ സ്വഹാബത്ത് നൽകിക്കൊണ്ട് അവരുടെ ഉള്ളിൽ പരിവർത്തനമുണ്ടാക്കുകയും അവരെ ലോകത്തെ ഏറ്റവും ഉന്നതരാക്കി മാറ്റുകയും ചെയ്തോ, അതേ പഠനം പിൽക്കാലത്ത് നൽകിയ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അതേ പഠനം ലോകത്തിന് കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹു, അതേ പഠനം, അതേ വിശ്വാസ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇസ്ലാമികമായ ദർസ് നൽകിയ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങളുമായി, അതേ ഈ വിശ്വാസ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഇസ്ലാമിക പഠനത്തിന് ഇവിടെ ജനങ്ങളെ നയിച്ചതായ ബഹുമാനപ്പെട്ട ഖുതുബുൽ മശായിഖ്, ഈ മഹാന്മാരുടെ അതേ പഠന രീതിയിൽ മുന്നേറിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് മുന്നേറാനുള്ള മഹത്തായ ഒരു സൗഭാഗ്യമാണ് അള്ളാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത്. बुजुर्गों और दोस्तों, ये अकीदों की इस्लाह करो, ये इल्म और इरफान हासिल करो,
ये इल्म और इरफान फैलाने की वजह से ही मुहिय्यद्दीन बने हैं, हुजूर गौसुल आजम मुहिय्यद्दीन बने हैं। ये इल्म और इरफान फैलाने की वजह से ही, अल्लाह के बंदों में इनखिलाब पैदा करने की वजह से वो मुईनुद्दीन बने हैं। अगर हम ये इल्म और इरफान हासिल करके अगर हमारे अकीदों की अगर हम इस्लाह करेंगे, होगा क्या? अल्लाह हम पर रहम फरमाएगा, करम फरमाएगा, हमारी जिंदगियों से राजी हो जाएगा। देखो आप, अगर हमारे अकीदों की इस्लाह नहीं होगी, अगर हमारे अकीदे मजबूत नहीं होंगे, कहां से हमारी जिंदगी में अल्लाह की मदद आएगी? कहां से अल्लाह की मदद हमारी जिंदगी में आएगी? हम उम्मीद करके भी बैठेंगे, लेकिन अल्लाह की मदद से हमारे कोई ताल्लुक नहीं होगा। अल्लाह की मदद हमारी जिंदगी में आना है, हमारे अकीदों की इस्लाह करना हमारे लिए जरूरी है। हमारी मगफिरत कैसे हो सकती है? हमारी मगफिरत अगर होना है तो हमारे अकीदों की इस्लाह होना जरूरी है। हमको आखिरी वक्त आने वाला है, वो आखिरी वक्त ईमान के साथ इस दुनिया से जाना है, तो अकीदा मजबूत होना जरूरी है। बुजुर्गों, कलमे शहादत हमारी जबान पर आना है तो हमारा अकीदा मजबूत होना जरूरी है। खबर में सवालात के जवाबात अगर हमको देना है तो अकीदे से ताल्लुक रखते हैं, हमारा अकीदा मजबूत होना जरूरी है। खबर में जब मुहम्मदुर रसूलुल्लाह को बतलाया जाएगा, वो देखकर हम कह सकेंगे मुहम्मदुर रसूलुल्लाह है। ये कब हम बोल सकेंगे? जब हमारा अकीदा मजबूत होगा। कल बरोज़ महशर रसूलुल्लाह की शिफाअत किस पर वाजिब होगी? जिसका अकीदा मजबूत होगा। बुजुर्गों, कल हौज़े कौसर पर कौन पानी पिएगा? जिसका अकीदा मजबूत होगा। पुल सिरात पर से कौन गुजरेगा? जिसका अकीदा मजबूत होगा। जन्नत में कौन जाएगा? जिसका अकीदा मजबूत होगा। जिसका अकीदा मजबूत नहीं, इल्म और इरफान हासिल नहीं किया, बुजुर्गों, जो मुहम्मदुर रसूलुल्लाह ने जो दर्स अपने गुलामों को अता किया, वो दर्स अगर हम अपनी जिंदगी में नहीं उतारेंगे तो बुजुर्गों, हमारी जिंदगी खसारे में, अल्लाह हमारी जिंदगी खसारे से महफूज रखे। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ നാം ഇൽമ് കരസ്ഥമാക്കാൻ തയ്യാറാകണം. ഇർഫാനിന്റെ മേഖലയിലൂടെ മുന്നേറാൻ തയ്യാറാകണം. ഈ ഇൽമിലൂടെയും ഇർഫാനിലൂടെയും നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ, നമ്മളെ അഖീദയെ നന്നാക്കാനാണ് ഏറ്റവും ഒന്നാമതായി നാം ഒക്കെ പരിശ്രമിക്കേണ്ടത്. ഈ അഖീദയെ നന്നാക്കുന്ന ഇൽമിലൂടെ ഇർഫാനിലൂടെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ജനങ്ങളെ നയിച്ചതിന്റെ പേരിലാണ് അവർ മുഹീദ്ദീൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടത്. ഈ ഇൽമിലൂടെ ഇർഫാനിലൂടെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ നന്നാക്കി അള്ളാഹുവിന്റെ സ്വന്തക്കാരാക്കി മാറ്റിയതിന്റെ പേരിലാണ് ഖാജാ റളിയല്ലാഹു അൻഹു മുഈനുദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെന്ന നാമത്തിന് അർഹരായി മാറിയിട്ടുള്ളത്. ബഹുമാനികളെ, എപ്രകാരം ഈ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിശ്വാസങ്ങളെ ശരിയാക്കലിലൂടെ, അള്ളാഹുമായുള്ള ബന്ധത്തെ അടിമയ്ക്ക് ശരിപ്പെടുത്തി കൊടുക്കലിലൂടെ എപ്രകാരമാണോ വിപ്ലവം ഉണ്ടാക്കിയെങ്കിൽ, അതിനാവശ്യമായ ഇൽമും ഇർഫാനും എങ്ങനെയാണോ കൈവരിച്ചതെങ്കിൽ, ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇൽമിന്റെയും ഇർഫാനിന്റെയും മേഖല തെരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതിലൂടെ നമ്മുടെ വിശ്വാസങ്ങളെ ശരിയാക്കാൻ നമ്മൾ തയ്യാറാകണം. അഥവാ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് മധ്യേ നാം അഥവാ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ ശരിയാക്കാൻ ശ്രമിച്ചില്ല, നമ്മളെ അഖീദ ശരിയായില്ല എങ്കിൽ നാം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ സഹായവുമായി നമുക്ക് യാതൊരു ബന്ധവും കാണുകയില്ല. അള്ളാഹു തആല സഹായിക്കുക വിശ്വാസം ശരിയായ ആളുകളെ മാത്രമാണ്. അഖീദ ശരിയായ ആളുകളോട് അള്ളാഹുവിന്റെ സഹായം ബന്ധപ്പെടുകയുള്ളൂ. നമുക്ക് അഥവാ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, നമ്മളിൽ സംഭവിച്ചു പോകുന്ന പാകപ്പിഴവുകള് അള്ളാഹു തആല പൊറുത്തു തരണമെന്ന് നാം കാംക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുക അഖീദ ശരിയാക്കിയ ആളുകൾക്ക് മാത്രമാണ്. അഖീദയിൽ ഭംഗമുള്ള ആളുകൾക്ക് അള്ളാഹു തആല അവന്റെ മഗ്ഫിറത്ത് ഒരിക്കലും ചെയ്തു കൊടുക്കുകയില്ല എന്ന് നാം നന്നായി മനസ്സിലാക്കേണ്ടതാണ്. നമുക്കൊക്കെ ഇതാ മരണം നേരിടേണ്ടവരാണ്. നമ്മളെ മരണത്തിന്റെ സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരിക്കുന്ന സമയത്ത് നമ്മുടെ അന്ത്യസമയം നന്നാകണമെന്നുണ്ടെങ്കിൽ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹൽ വചനം നാവുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് ചെന്നടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് അഖീദ നന്നാകണം. അഖീദ നന്നായ ആൾക്ക് മാത്രമേ അന്ത്യം നന്നാക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഖബറിൽ നടക്കുന്ന ചോദ്യങ്ങൾ അഖീദയുമായി സംബന്ധമായതാണ്.
അവിടെ ആ ഖബറിൽ വിജയം കരസ്ഥമാകൽ